നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇഞ്ചി കൊണ്ടൊരു ചായ തയ്യാറാക്കാം. ഇഞ്ചി ചായ എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ നമ്മൾ ചായപ്പൊടി ഒന്നും ഇതിൽ ചേർക്കണില്ല. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇഞ്ചി, അതുപോലെ ചെറുനാരങ്ങ, മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർത്തുള്ളത്. അപ്പോൾ നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ജലദോഷത്തിനും ചുമയ്ക്കും ഒക്കെ വളരെ നല്ലൊരു റെമഡിയാണിത്. ഇത് നമ്മുടെ ഒരു നാട്ടുവൈദ്യം പോലെ ഉപയോഗിക്കുന്നതാണ്. ജലദോഷം വരുമ്പോൾ തന്നെ നമ്മളിതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജലദോഷം മാറിക്കിട്ടും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറുവാപ്പട്ട, അതുപോലെ 2 ഏലക്കായ, ഗ്രാമ്പൂ ഒരു 4-5 എണ്ണം, 10 കുരുമുളക്. കൽക്കണ്ടം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനായിട്ട് ചേർക്കാം. 1 ലിറ്ററോളം വെള്ളം. പിന്നെ ഇഞ്ചി നമുക്ക് ചതച്ചിട്ട് ചേർക്കാം. ഇഞ്ചി നല്ലോണം ഫൈനായിട്ട് ചതച്ച് ചേർക്കാം. ഏലക്കായ 2 എണ്ണം, കറുവാപ്പട്ട 2 കഷ്ണം, ഗ്രാമ്പൂ, അതുപോലെ കുരുമുളക്. അളവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ കൂടി ചേർന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന വരെ തിളപ്പിക്കാം. അതിന് വേണ്ടി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നല്ലോണം ഒന്ന് തിളപ്പിക്കാം. അപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള കൽക്കണ്ടം ഇപ്പം ചേർക്കാം. കൽക്കണ്ടം 1 ചെറുനാരങ്ങയുടെ നീര്. ഇത് ചെറിയ ചെറുനാരങ്ങയാണ്. വലിയ നാരങ്ങ വെച്ചാൽ പകുതി മതി. മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു സ്പൂൺ. ഇത് നമുക്ക് മൂടി ഇങ്ങനെ വെക്കാം. തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം തിളച്ചൊന്ന് കുറുകണം. അപ്പം നമുക്ക് മഞ്ഞൾ പൊടി ചേർക്കാം. നല്ല മഞ്ഞ കളറായി. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞളായ കാരണം ഇത്ര മഞ്ഞ കളർ വന്നത്. ചൂടാറി വരുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് തേൻ ചേർക്കാം. ഇപ്പം ഞാൻ കൽക്കണ്ടാണ് ചേർത്തുള്ളത്. കൽക്കണ്ടാണ് എനിക്ക് ഇത്തിരി കൂടി നന്നായി തോന്നിയുള്ളത്. ചൂടുള്ള കണ്ടീഷനിൽ തേൻ ചേർക്കുന്നത് അത്രയും കൂടി നല്ലതല്ല. വേണ്ടില്ല. ഇപ്പം നല്ലോണം ഒന്ന് തിളച്ച് കുറുകിയിട്ടിനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അരിപ്പ വെച്ച് ഇത് അരിച്ചെടുക്കാം. ഇഞ്ചിയുടെയും ഏലക്കായയുടെയും അതുപോലെ ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കും. ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇതിപ്പോൾ ചെറിയ ചെറുനാരങ്ങ നീരായ കാരണമാണ് ഒരെണ്ണെടുത്തത്, അല്ലെങ്കിൽ പകുതി മതിയോ. അപ്പം നമ്മുടെ ഇഞ്ചി ചായ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. ഇത് ഈ കൊറോണ ഒമിക്രോണൊക്കെ ഉള്ള സമയത്ത് ഇത് നമുക്ക് നീരുവീഴ്ച വരുമ്പോൾ തന്നെ ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നീരുവീഴ്ച മാറിക്കിട്ടും. അപ്പം നമ്മുടെ ഇഞ്ചി ചായ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. നീരുവീഴ്ച, കഫക്കെട്ട് പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.